അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാ, ഇന്ന് തൃശ്ശൂർ ജില്ലയല്ലേ, പാലക്കാട് ജില്ലയിൽ എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂറ്റനങ്ങാടി അല്ലേ, കൂറ്റനാടി എന്ന സ്ഥലത്ത് കൂറ്റനങ്ങാടി എന്ന സ്ഥലത്ത് തണ്ണീർക്കോട് പട്ടിശ്ശേരി എന്ന സ്ഥലം എന്ന സ്ഥലത്ത് അബ്ദുള്ള കുട്ടി ഖാനെ കാണാനാണ് ഞാൻ വന്നത്. CM വലിയുല്ലാഹിയെ കാണാനും അനുഭവിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ആളാണ് ഓര്. അൽഹംദുലില്ലാ, മഹാന്മാരെ നേരിൽ അനുഭവിച്ച അനുഭവസ്ഥരാണ് നമ്മളോടൊപ്പം അവരനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇരു വീട്ടിലും മഹാന്മാരെ കൊണ്ട് വിജയിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാ. ഏതായാലും നിങ്ങൾ വലിയ ഭാഗ്യവാനാണല്ലോ. എന്തായാലും ഞങ്ങളിവിടെ വന്നപ്പോൾ തിരക്കിലായിരുന്നു. ഇൻഷാ അല്ലാ, CM വലിയുല്ലാഹിയെ കാണാൻ നിങ്ങൾക്ക് അവസരം, മഹാനവറുകളെ കാണാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അവരിലേക്ക് എത്തി, ഈ ഉൾപ്രദേശത്ത് നിന്ന് അവരിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. എന്താ ഉച്ചത്തിൽ പറഞ്ഞത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പിന്നെ TV പിടിച്ചിട്ട്, ബോൺ TV എല്ലിൻ്റെ പിടിച്ചിട്ട് ഞാൻ തൃശ്ശൂർ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെല്ലാം പോയിട്ട് രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ അന്ന് ഞാൻ ഗൾഫിൽ 80 കിലോ ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് ഗൾഫിലായിരുന്നേ, സൗദിയിലാ അല്ല, ഒമാനിൽ. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് തൃശ്ശൂർ ഇങ്ങനെ ഈ നാട്ടിലെ റോയൽ ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ ചെയ്ത് അവിടെ എല്ലാം ചെയ്തപ്പോൾ അന്ന് 80 ഉള്ളത് ഒരു 35 കിലോ കൊണ്ട് ആയിട്ട് മാറി. 80 ഉള്ളത് എൻ്റെ ബോഡി ആകെ ഇതായി. പിന്നെ കണ്ണൊന്നും കാണിച്ച് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയായി. അങ്ങനെ ഈ ഒരു ഇതൊരു ലെവൽ മാതിരി നിങ്ങൾക്ക് അങ്ങനെയായിട്ട് പിന്നെ റോയൽ ഹോസ്പിറ്റലിൽ പിന്നെ എന്താണ് മാത്യു പറഞ്ഞ ഡോക്ടറുണ്ട് ഇന്നത്തെ റോയലിൽ. അദ്ദേഹം പറഞ്ഞ് എൻ്റെ സ്നേഹിതണ്ട് സെലിം ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അവിടെ നിങ്ങളൊന്ന് പോയിക്കുന്നത് നമുക്ക് എന്താ പരിഹാരം കാണാറുണ്ട്. അങ്ങനെ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. ഈ സെലിം ഒരു മുസ്ലിം ഡോക്ടറുടെ ഒരു ഇതുള്ള മനുഷ്യനാണ്, വെറും ഒരു ഇതുള്ള ആളല്ല, ഇതുള്ള ആളാണ്. അപ്പോൾ അയാളെ കണ്ട് അയാൾ നോക്കിയിട്ട് പറഞ്ഞു, തനിക്കിപ്പോൾ ഒരു സൂക്കട് എന്താണെന്ന് വെച്ചാൽ ബോൺ TV ആണ്, അത് ആരും കണ്ടുപിടിച്ചില്ല, അത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ മരുന്ന് കഴിക്കണം, അപ്പോൾ അത് മാറിപ്പോണം, നമുക്ക് ഗൾഫിൽ പോകും വേണം. അപ്പോൾ ഞാൻ എന്ത് വേണം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞേ, എന്താ ഞാൻ പറയാം, ഗൾഫിൽ പോകേണ്ട കാര്യം സൂക്കട് ഇതല്ലേ, കാരണം ശരിക്കും നിൽക്കാന്നില്ല, ഈ ഇതിൽ ഒരു വെട്ടുണ്ട് വരും ഈ എറ്റിന് നട്ടലിന്. ഇപ്പോഴുണ്ടോ? ഇപ്പില്ല, നട്ടലിന്. അങ്ങനെ ആയിട്ട് അപ്പം എന്നാൽ ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഗൾഫിൽ പോകാൻ നോക്കിക്കോളിയായിരുന്നേ, പോറ്റോ നോക്കിയായിരുന്നേ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ കോഴിക്കോട് നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ കണ്ട് പറഞ്ഞ്, നിങ്ങൾ ഏതായാലും പിന്നെ മടവൂർ ഷെയ്ഖിനൊന്ന് കണ്ടുപോയിക്കോളിയായിരുന്നു അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. ആരാളെന്ന് നമുക്കറിയില്ല. അങ്ങനെ എന്നാൽ കാണുക എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹം ഒരു തട്ടിൻ്റെ മുകളിൽ ആയിരുന്നു, വലിയ 2 നില വീട്ടിൽ. അപ്പോൾ അങ്ങനെ കണ്ടമാനം ആൾക്കാർ താഴത്തുണ്ട്. അപ്പോൾ അവിടെ ചെറുക്കനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, മോനക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുക, എന്നാൽ നമുക്ക് മൂപ്പരേക്ക് കയറ്റി തീരും പറഞ്ഞ്. അങ്ങനെ ഇവരെല്ലാവരും എടുത്തിട്ട് കോണി കഴിഞ്ഞെ എടുത്തിട്ടാണ് കൊണ്ടുപോയത്. അന്ന് ആശുപത്രി നിങ്ങൾ എടുത്തോണ്ടാ പോണത്? എടുത്തിട്ട് ആ ഹോസ്പിറ്റൽ വണ്ടിയിൽ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് നടക്കാനൊന്നുമില്ല. അങ്ങനെ വണ്ടിയെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി. അന്ന് അവിടെ ചോദിച്ചു മൂപ്പര്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഓർമ്മയൊക്കെ ഉണ്ടോ? ഓർമ്മ ഉണ്ട്, ഒരു ഹാല് മാതിരിയുള്ള. അല്ല നിങ്ങൾക്ക് ഉണ്ട്, അന്നുണ്ട്, അത്ര ഇതില്ല. ഒരു ഷെയ്ഖിനടുത്ത് കൊണ്ടുപോകുമ്പോഴും അത്ര ഓർമ്മ അങ്ങനെ അത്രയല്ല, ഒരാൾ ആകെ വീക്ക്നെസ് ആയില്ലേ. അങ്ങനെ പറഞ്ഞ് എവിടുന്നാ പറഞ്ഞു ചോദിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ സ്ഥലത്ത് പറഞ്ഞു, എന്താ സൂക്കട്? കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പറ്റും, ഇതിൽ എപ്പോഴും വേദനയാണ് കാരണം. അപ്പോൾ എടുത്ത് പറഞ്ഞു, അവിടെ ഇനി വേദന വേണ്ടായിരുന്നു, അവിടെ ഇനി വേദന വേണ്ടായിരുന്നു. അതോടുകൂടിയ വേദനയാണ് പോയി. അപ്പോൾ ഷെയ്ഖിനെ കാണാൻ വേണ്ടി ഞങ്ങൾ അവതരിച്ച് ചെന്നപ്പോൾ ഷെയ്ഖിനെ ചോദിച്ചെന്താ ആദ്യം എവിടുന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനൊക്കെ മറുപടി നിങ്ങൾ പറഞ്ഞു? ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു ഇത്ര കാലം. കൂടെ ആരാ ഉണ്ടായിരുന്ന? കൂടെ എൻ്റെ അനുജനുണ്ടായിരുന്നു. ഷെയ്ഖിനെ കണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നാണ് എത്തി വരികയാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടി ചോദിച്ചാൽ, നമുക്ക് ഗൾഫിലൊന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മൂപ്പർ അവിടെ നിന്ന് എണിച്ച്, അപ്പോൾ കുളിച്ചിട്ട് ഇളനീ കുളിച്ചോണ്ടിരിക്കുക, കരിക്ക് കുടിച്ചോണ്ടിരിക്കുക. അവിടെ നിന്നിട്ട് ഞാൻ കലണ്ടർ എടുത്ത്, കലണ്ടർ അവിടെ ഉണ്ട്, കലണ്ടർ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ്, എന്നൊരു ദിവസം പറഞ്ഞു, അന്ന് ചൊവ്വാഴ്ചയാണ്. ഉസ്താദ് ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, ചൊവ്വാഴ്ചക്ക് എന്താ കുഴപ്പം, ഞാൻ പോയിക്കൂടെ കണ്ട് കയറി. അല്ല, അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് നിങ്ങൾ ഗൾഫിൽ ഷെയ്ഖിനെ ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ആരേ? നിങ്ങളുടെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞു. ഗൾഫിൽ പോകണം പറഞ്ഞു. അപ്പോൾ ഞാൻ ദിവസം ഉറപ്പിക്കണം പറഞ്ഞു. ഞാൻ
ദിവസം ഉറപ്പിക്കണം നിങ്ങൾ അങ്ങോട്ട് പറയാ പറഞ്ഞേ. അപ്പോൾ അവിടുന്ന് പോയിട്ട് കുറച്ചാണ് അവിടെ കലണ്ടർ നോക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പറഞ്ഞ് ഇന്ന് നല്ല ദിവസമാണ്. അപ്പോൾ അന്ന് ഞാൻ ചൊവ്വാഴ്ചയാണ്, ആരാ കൂടെ ഉള്ളവരാരാ പറഞ്ഞില്ല ചൊവ്വാഴ്ചയാണ് പറഞ്ഞ്. അതൊന്നും കുഴപ്പമില്ല, ചൊവ്വാഴ്ച നല്ല ദിവസമാണ് പറഞ്ഞ്. ചൊവ്വാഴ്ച നല്ല ദിവസമാണല്ലോ. ആ ചൊവ്വാഴ്ച തന്നെ പോയി. അങ്ങനെയാണ് ഇപ്പോൾ അനുഭവം ഉണ്ടായത്. അന്ന് വേദന മാറിയത്. അന്ന് ഈ നേരം വരെ ആ പ്രശ്നമില്ല, മാറി. അപ്പോൾ അതിനുശേഷം ഗൾഫിൽ പോയി. അവൻ ഗൾഫിൽ പോയി. എത്ര 2-3 കൊല്ലം നിന്ന് ഗൾഫിൽ. പിന്നെ എങ്ങനെ ഒരു അതായത് 80 കിലോ അടുത്തുള്ള നിങ്ങൾ ഏകദേശം 35 കിലോയിലേക്ക് എത്തി. കാഴ്ച ഒന്നിനും പറ്റാത്തൊരു കോലായി അല്ലേ? ഒന്നിനൊന്നിനും പറ്റാത്ത കോലായി. അവിടുന്ന് ഷെയ്ഖുനാടെ പിന്നെ കണ്ടതിന് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന. ഇപ്പൊ നമ്മൾ വരുമ്പോ ഇവിടെ കൃഷിയിൽ പാടത്ത് പണിയെടുത്തോണ്ടിരിക്കുക, കൃഷിയിൽ അല്ലേ? അൽഹംദുലില്ലാ, നേരെ അനുഭവിച്ചതാണ്. പോണത് ഒറ്റ തവണ കണ്ടല്ലോ. ഒറ്റ തവണ കണ്ടുള്ളത് ആ തട്ടിന്റെ മുകളിലായിരുന്നേ. അവിടെ ആ വണ്ടി ഇത് നോക്കാൻ ഒരു ചെറുപ്പക്കാരൻ ബിൽഡിങ്ങിന്റെ ഓണറാന്നെന്താ പറഞ്ഞില്ല. അവനാണ് ആൾക്കാരെ നോക്കിയിട്ട് കയറ്റി വിടുക. അപ്പോൾ ഇങ്ങനെ സംഗതി ഇവർ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ നോക്കാൻ വയ്യാത്ത ആളാണ്, വലിയ സീരിയസ് ആണ് എന്നാണ് പറഞ്ഞപ്പോൾ എന്നാൽ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു. അപ്പോൾ അസറിൻ്റെ സമയമാണ് അതിനടുത്ത്. ഒറ്റ അനുഭവമുള്ളൂ. പിന്നെ അതിനുശേഷം ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഒന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചില്ല? ഇല്ല, അവിടുന്ന് 2 കൊല്ലം കഴിഞ്ഞാൽ ഒരു മരണപ്പെട്ടത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വഫാത്തായി. എന്ത് കൊല്ലം ഇപ്പോൾ അടുത്ത 1 മാസം പോയിണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ പോലുണ്ട്. പോകണ്ട്. 2 തവണയൊക്കെ പോകും. അൽഹംദുലില്ലാ, കുടുംബസമേതം പോകും. കാരണം നമുക്ക് എല്ലാം തിരിച്ചു തന്നല്ലേ. അത് ഈ അസുഖം അങ്ങനെ നാട്ടിൽ നിന്ന് ഗൾഫിൽ വെച്ച് പിടിച്ചതല്ലേ? ഗൾഫിൽ പിടിച്ചത്. അത് TV ആണ്, ഈ ബോൺ ടി വി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ അവർക്കാണ് പിടിക്കാൻ. ഈ അസുഖം പിടിച്ച് എത്ര കാലം കിടന്നിരുന്നു? കിടക്കാൻ ഒരു 5-6 മാസത്തോളം ഗൾഫിലും കൂടെ കിടന്നു. ഗൾഫിൽ തന്നെ 1-1.5 മാസം കിടന്ന്. ഇവിടെ വന്നിട്ട് 3 മാസം 4 മാസം അവിടെയും കിടന്നു. പിന്നെ ആ വിസക്കാനാണ് തിരിച്ചു പോയത്? ആ വിസക്കാണ്, വിസ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇത് ചെയ്താൽ പോകണ്ട, വരാൻ ചെല്ലിട്ട് 15 ദിവസം ലീവ് വരും. പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യും. അങ്ങനെ 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നീട്ടും ലീവ്. ലീവ് വീണ്ടും റിന്യൂ ചെയ്യും അല്ലേ? വീണ്ടും ലീവ് റിന്യൂ ചെയ്തിട്ട് വീണ്ടും പോകും. അതാണ് നമ്മുടെ അനുഭവം. അൽഹംദുലില്ലാ, നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ അൽഹംദുലില്ലാ, എന്താണ് ഈ കേട്ടത്? നേരിൽ അനുഭവിച്ച ആളായി പറയുന്നത്. CM വലിയുള്ളാഹിയുടെ വലിയ മദദാണല്ലേ, അവിടുത്തെ കറാമത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും അവരുടെ പൊരുത്തം തരട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ നാട്ടിൽ CM വലിയുള്ളാഹിയെ കാണാനും അനുഭവിക്കാനും ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയ ആളുകളുണ്ടെങ്കിൽ അത് ചെറിയ അനുഭവമാകട്ടെ, തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് വരും തലമുറക്ക് ഷെയ്ഖുനാനെ അറിയാനും മനസ്സിലാക്കാനും നമുക്കൊരുമിച്ച് മടവൂർ കാഫിലയോടൊപ്പം നിൽക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സന്തോഷം ദ്വാരക്ക് ഇൻഷാ അല്ലാഹ്. മലബോധം തന്നു മദിനമ്മിൽ വന്നു.